ഹലോ ഗൈസ്, എല്ലാവർക്കും വീട്ടിൽ എക്സ്പ്ലോറിൻ്റെ പുതിയൊരു എപ്പിസോഡിലോട്ട് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ റെസിപ്പി എന്ന് പറയുന്നത് ഐറ്റം എന്ന് പറയുന്നത് മാമ്പഴം കൊണ്ട് ഐസ്ക്രീമാണ്. വെറും രണ്ട് ഇൻഗ്രീഡിയൻസ് കൊണ്ട് നമുക്ക് ഐസ്ക്രീം ഉണ്ടാക്കാം. അതായത് നമ്മുടെ 2 കപ്പ് പാലും 2 മാമ്പഴവും പിന്നെ കുറച്ച് ഷുഗറും ആണ് ഇവിടെ എടുത്തിരിക്കുന്നത്. അപ്പോൾ ഇതുകൊണ്ട് നമുക്ക് എങ്ങനെ ഐസ്ക്രീം ഉണ്ടാക്കാൻ നോക്കാം. അപ്പോൾ ഈ കാണുന്ന ലെമൺ അത് നിങ്ങൾ എടുക്കണ്ട, അത് ഞാൻ വേറൊരു സ്റ്റെപ്പിന് വേണ്ടിയിട്ട് എടുത്ത് വെച്ചാണ്. അപ്പോൾ പിന്നെ അത് ഒന്നിച്ച് ഷൂട്ടായതുകൊണ്ട് അത് കട്ട് ചെയ്യാൻ നമുക്ക് പറ്റാത്തതുകൊണ്ടാണ് ഞാനതങ്ങനെ ഇതിലേക്ക് ഇട്ടത്. അപ്പോൾ ലെമൺ അത് കളഞ്ഞിട്ട് നിങ്ങൾ ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസൊക്കെ സെറ്റാക്കി വെക്കാം. മാമ്പഴം ഒന്ന് സ്കിന്നിൽ നിന്ന് മാറ്റിയെടുക്കാം. അതായത് നന്നായി കഴുകി ചെറുതായി ഒന്ന് കട്ട് ചെയ്ത് സ്കിന്നിൽ നിന്ന് അത് എടുത്ത് മാറ്റി വേറൊരു പ്ലേറ്റിലോട്ട് മാറ്റി വെക്കാം. വെച്ച പാൽ നന്നായി നമുക്ക് ചൂടാക്കി എടുക്കണം. നന്നായി തിളപ്പിച്ച് അത് കുറുകി വന്നിട്ട് വേണം നമുക്കത് മാമ്പഴത്തിലിട്ട് മിക്സ് ചെയ്യാൻ. വരുന്ന സമയത്ത് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന നമ്മുടെ ഷുഗർ ഇതിലോട്ട് ആഡ് ചെയ്യാം. നല്ല മധുരം വേണ്ടവരാണെങ്കിൽ അത് അനുസരിച്ച് നമുക്ക് ഷുഗർ ആഡ് ചെയ്യുന്നതാണ്. അപ്പം ഞാനിവിടെ ഒരു കപ്പ് എടുത്തിട്ടുണ്ട്. അത് ഞാൻ പകുതി ഹാഫായിട്ട് ഇതിലേക്ക് ആഡ് ചെയ്തു. ഹാഫിന് ഞാൻ മാമ്പഴം മിക്സിയിൽ അടിച്ചെടുക്കുമ്പോൾ അതിലേക്കും ആഡ് ചെയ്യും. നമ്മുടെ സ്കിന്നിൽ നിന്ന് മാറ്റിയെടുത്ത നമ്മുടെ മാമ്പഴം നമ്മളൊന്ന് മിക്സിയിലിട്ട് അടിച്ചെടുക്കണം. അതിലേക്ക് ഞാൻ കുറച്ച് ഷുഗറും കൂടി ആഡ് ചെയ്തിട്ടുണ്ട്. അടിച്ചെടുത്തു. അതിലേക്ക് തന്നെ നമ്മൾ ചൂടാക്കി വെച്ച പാലും കൂടി ഒഴിക്കും. പാലും പഞ്ചസാരയെല്ലാം കൂടി അടിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു രൂപത്തിലായിരിക്കും നമുക്ക് കിട്ടുക. അപ്പം നല്ല തിക്കായിട്ട് വന്നിട്ടുണ്ട്. അപ്പം നമ്മൾ അടിക്കുന്ന സമയത്ത് ശ്രദ്ധിക്കുക, നിർത്തി വേണം നമ്മൾ അടിച്ചെടുക്കാൻ. ഒറ്റയടിക്ക് അടിച്ചെടുത്താൽ അതിൻ്റെ ആ ഒരു രൂപം നമുക്ക് കിട്ടിയെന്ന് വരില്ല. അപ്പോൾ മെല്ലെ അടിച്ചെടുക്കാം. പിന്നെ അടിച്ചെടുത്ത് നമ്മളൊരു ഗ്ലാസിൻ്റെ ഒരു ബോളിലോട്ട് മാറ്റുവാണ്. മാറ്റി അത് നന്നായി ഒന്ന് പരത്തി, ഇങ്ങനെ ഗ്യാപ്പൊന്നും ഇല്ലാണ്ട് നന്നായി ഒന്ന് പരത്തിയെടുക്കാം. ഇനി നമ്മളിത് ഒരു 4-5 അവേഴ്സ് ഫ്രിഡ്ജിൽ വെക്കുവാണ്. ഫ്രീസറിൽ വെച്ച് നമുക്കൊന്നിത് തണുപ്പിച്ച് എടുക്കാം. അപ്പം നമ്മുടെ ഐസ്ക്രീം സെറ്റായിട്ടുണ്ട്. നമ്മളിത് ഒരു 5-6 മണിക്കൂറിന് ശേഷം പുറത്തെടുത്ത് നോക്കുകയാണെങ്കിൽ ഈ ഒരു രൂപത്തിലായിരിക്കും കിട്ടുക. അപ്പോൾ എൻ്റെ കയ്യിൽ സ്കൂപ്പ് ഇല്ലാത്തതുകൊണ്ട് ഞാൻ സ്പൂണ് വെച്ചാണ് ചെയ്യുന്നത്. ഇതുപോലെ ഐസ്ക്രീം റെഡി ആയിട്ടുണ്ട്. കഴിച്ചു കഴിഞ്ഞാൽ മാത്രമേ ഇതിൻ്റെ ഒരു ടേസ്റ്റ് അറിയാം. അപ്പോൾ നമ്മുടെ വീട്ടിൽ കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ അവർക്ക് ഒരു പ്രാവശ്യം ഉണ്ടാക്കി കൊടുക്കുക. അപ്പോൾ അവർ നിങ്ങളോട് പറയും ഇതിൻ്റെ സ്വാദ് എന്താണെന്ന്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഇനി നമ്മൾ ലോക്ക്ഡൗൺ ആണ്, പുറത്തുനിന്നൊന്നും വാങ്ങാൻ കിട്ടുന്നില്ല എന്നുള്ള ഒരു ടെൻഷൻ വേണ്ട. ഇപ്പം മാമ്പഴ സീസണും കൂടിയാണ്. അപ്പോൾ മാമ്പഴം വീട്ടിലുള്ളവരാണെങ്കിലും വാങ്ങാൻ കിട്ടുന്നവരാണെങ്കിലും വാങ്ങിയിട്ടൊന്ന് ഈ ഒരു പ്രാവശ്യമെങ്കിലും ഇതൊന്ന് നിങ്ങൾ ഉണ്ടാക്കി നോക്കുക. അപ്പം നിങ്ങൾക്ക് മനസ്സിലാവും ഇതിൻ്റെ ആ ഒരു ടേസ്റ്റ് എന്താണെന്ന്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. അപ്പോൾ വീഡിയോ കണ്ട് ഇഷ്ടമായവർ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയറും കൂടി ചെയ്തേക്കണേ. കാണുന്നവരേക്കും എല്ലാവർക്കും ബൈ ബൈ.